ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു +1 ഇംഗ്ലീഷ് വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് സോ മച്ച് ഹാപ്പിനെസ് എന്നുള്ള നവോമി ഷിയാബ്നയുടെ പോം റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഐ എം ഹിയർ ശ്വേത അലോങ് വിത്ത് യു. സോ നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന റിഫ്ലക്ട് ആൻഡ് ഡിസ്കസ് എന്നുള്ള ഭാഗത്ത് വരുന്ന 3 ചോദ്യങ്ങളും അവയുടെ മോഡൽ ആൻസേഴ്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സെഷനിൽ. സോ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവുകയാണെങ്കിൽ ഡു ലൈക്ക് ഇറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ കവർ ചെയ്യുന്നത് 3 തോട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഓൺ ദ പോം സോ മച്ച് ഹാപ്പിനെസ് വിത്ത് മോഡൽ ആൻസേഴ്സ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന 3 ചോദ്യങ്ങൾ ആദ്യത്തേത് എന്താണ് എന്നുള്ളത് നോക്കാം. The poet finds joy even in ordinary imperfect things like soiled linen and scratched records. List 3 ordinary things from your life that you seldom consider significant but that add beauty to your life എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പോമിൽ കണ്ടു വളരെ ഓർഡിനറി ആയിട്ടുള്ള ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള വസ്തുക്കൾ അല്ലെ. അത് സോയിൽഡ് ലിനൻ ആവട്ടെ, സ്ക്രാച്ച്ഡ് റെക്കോർഡ്സ് ആവട്ടെ, അവയിലൊക്കെ പോയിട്ട് ആ ഒരു ജോയ് അല്ലെ കണ്ടെത്തുന്നുണ്ട്, ആ ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ നമ്മളോട് ആവശ്യപ്പെടുന്ന എന്താണ്? വി ആർ സപ്പോസ് ടു ലിസ്റ്റ് 3 ഓർഡിനറി തിങ്സ് ഫ്രം അവർ ലൈഫ് ദാറ്റ് വി സെൽഡം കൺസിഡർ സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വളരെ റെയറായി മാത്രം കൺസിഡർ ചെയ്യുന്ന 3 ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ, ഓർഡിനറി ആയിട്ടുള്ള വസ്തുക്കൾ, പക്ഷെ അവ നമ്മുടെ ലൈഫിന്റെ ബ്യൂട്ടി കൂട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള 3 ഐറ്റംസ്, ഓർഡിനറി ആയിട്ടുള്ള തിങ്സ് ലിസ്റ്റ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം എന്നുള്ളത് നോക്കാം. See, here are 3 ordinary things from daily life that quietly add beauty. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്നാൽ അത്രമാത്രം പ്രാധാന്യമൊന്നും നൽകാത്ത വളരെ ഓർഡിനറി ആയിട്ടുള്ള ഐറ്റംസ്. അതൊരു ചിപ്പ് ഓൾഡ് മഗ് ആവാം, അല്ലെങ്കിൽ സ്ക്വീക്കി 3rd സ്റ്റെപ്പ് ഓൺ ആ സ്റ്റെയർ കേസ് ആവാം, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ടോൺ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് ആവാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ വളരെ ഓർഡിനറി ആയിട്ടുള്ള വസ്തുക്കളായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്, അത്രമാത്രം പ്രാധാന്യമൊന്നും നൽകാത്തവയാണ് അല്ലെ. പക്ഷേ നമ്മുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നതിന് ഇവയും ഒരു കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം? ദ ചിപ്ഡ് ഓൾഡ് മഗ് ഐ ഓൾവേസ് യൂസ് ഫോർ മൈ മോർണിംഗ് ടീ അല്ലെ. അത് പ്രെട്ടി ആയിക്കൊള്ളുന്നില്ല അല്ലെ, ഭംഗിയുള്ളതായിക്കൊള്ളുന്നില്ല, പക്ഷെ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഫീൽസ് ലൈക്ക് ഹോം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒന്ന്. അതല്ലെങ്കിലോ, ദ സ്ക്വീക്കി 3rd സ്റ്റെപ്പ് ഓൺ ആ സ്റ്റെയർ കേസ് ദാറ്റ് ഓൾവേസ് അനൗൺസസ് വെൻ സമ്മൺ ഇസ് കമ്മിങ് ഹോം അല്ലെ. ആ ഒരു സ്റ്റെയർ കേസിൽ ആ 3rd സ്റ്റെപ്പ്, അതിൽ നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന സമയത്ത്, നമ്മൾ അതിലോട്ട് കയറി നിൽക്കുന്ന സമയത്ത് അതൊരു സ്ക്വീക്കി സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഓക്കെ, ആരോ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്ക്വീക്കി 3rd സ്റ്റെപ്പ് അത് വളരെ ഓർഡിനറി ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ, പക്ഷെ that quietly add beauty to our life. Okay, അതുപോലെ the faded slightly torn photograph on my study table that has sat there for years. വർഷങ്ങളായിട്ട് അല്ലെ എൻ്റെ സ്റ്റഡി ടേബിളിന് മുകളിൽ തന്നെ ഉള്ള ഫെയ്ഡ് ആയിട്ടുള്ള ചെറുതായിട്ട് കീറിയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ്, ഇതൊക്കെ ഒരു മെമ്മറിയുടെ ഭാഗമാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള 3 ഓർഡിനറി ആയിട്ടുള്ള തിങ്സ് ദാറ്റ് വി യൂസ് ഇൻ അവർ ഡെയിലി ലൈഫ് ആൻഡ് ദാറ്റ് ക്വൈറ്റ്ലി ആഡ് ബ്യൂട്ടി ടു അവർ ലൈഫ്. അപ്പൊ ഇങ്ങനെയുള്ള 3 എണ്ണം നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് നമ്മുടെ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ ആ 3 ലിസ്റ്റ്, 3 തിങ്സിന്റെ, വളരെ ഓർഡിനറി ആയിട്ടുള്ള തിങ്സിന്റെ ലിസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിടണം കേട്ടോ. റൈറ്റ്, നമുക്കറിയാം ഈ പറഞ്ഞ ഒബ്ജക്ട്സ് ഒക്കെ അല്ലെ, ദീസ് ആർ നോട്ട് പെർഫെക്റ്റ് ഓർ ഇംപ്രസീവ് ഒബ്ജക്ട്സ്, isn't it? But they are part of daily life and carry quite comfort and memory. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ, അതൊരു ചിപ്ഡ് ഓൾഡ് മഗ് ആവട്ടെ, സ്ക്വീക്കി 3rd സ്റ്റെപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ഫെയ്ഡഡ് സ്ലൈറ്റ്ലി ടോൺ ഫോട്ടോഗ്രാഫ് ആവട്ടെ, ഓക്കെ, ദീസ് ഒബ്ജക്ട്സ് ആർ നോട്ട് പെർഫെക്റ്റ് ഓർ ഇംപ്രസീവ് അല്ലെ. പെർഫെക്റ്റ് അല്ല ഇവയൊന്നും, ഇംപ്രസീവും അല്ല, but they are part of daily life and carry quite comfort and memory അല്ലെ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും, ഇംപെർഫെക്റ്റ് ആണെങ്കിലും ഇംപ്രസീവ് അല്ലെങ്കിലും ഒക്കെ, ഇവയൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമാണ് അല്ലെ. നമ്മുടെ മെമ്മറി റിലേറ്റഡ് ആയിട്ട്, നമ്മുടെ കംഫർട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആസ്പെക്ട്സ് ഒക്കെ
ഇവയുമായിട്ടൊക്കെ റിലേറ്റഡ് ആവാം പലപ്പോഴും, അല്ലേ? സോ ഈ ഒരു പോമിൽ പോയറ്റ് പറയുന്ന സോയിൽഡ് ലിനനെ പോലെ, സ്ക്രാച്ച്ഡ് റെക്കോർഡ്സിനെ പോലെ സാധാരണ നമ്മുടെ എവ്രിഡേ ലൈഫിൽ നമ്മൾ ഓവർലുക്ക് ചെയ്യുന്ന, നമ്മൾ മറന്നു പോകുന്ന, നമ്മൾ കാണാതെ വിട്ടുകളയുന്ന, അല്ലെ, പല കാര്യങ്ങളും നമ്മുടെ ലൈഫിന് ഹിഡൻ ബ്യൂട്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ദ പോയറ്റ് സേസ് സാഡ്നെസ് ഇസ് എ വൂണ്ട് ടു ടെൻഡ് ആൻഡ് ഹാപ്പിനെസ് ഇസ് സംതിങ് ദറ്റ് ഫ്ലോട്ട്സ്. അല്ലെ, പോയിട്ട് അങ്ങനെയാണ് പറയുന്നത്, അല്ലെ? നൗമി പറയുന്നത് അതാണ്. സാഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ വൂണ്ട് ടു ടെൻഡ്. ഓക്കെ, ഒരു ടേക്ക് കെയർ ചെയ്യപ്പെടേണ്ട ഒരു മുറിവ് പോലെയാണ് സാഡ്നെസ് എന്ന് പോയിട്ട് പറയുന്നു. ഹാപ്പിനെസ് ആണെങ്കിലോ ഇറ്റ് ഈസ് സംതിങ് ദറ്റ് ഫ്ലോട്ട്സ്, അല്ലെ, ഒഴുകി പരക്കുന്ന ഒന്നാണ് ഹാപ്പിനെസ് എന്നുള്ളതാണ് പോയിട്ട് പറയുന്നത്. സോ ഡു യു അഗ്രി വിത്ത് ദിസ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ ഉത്തരം എഴുതാനായിട്ട് സാധിക്കും? നമുക്കൊന്ന് നോക്കാം, അല്ലെ? സോ വി ക്യാൻ സേ യെസ്, ദിസ് കമ്പാരിസൺ ഫീൽസ് ട്രൂ ടു ലൈഫ്, അല്ലെ? ഈ ഒരു കമ്പാരിസൺ ശരിയായിട്ടുള്ളതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സാഡ്നെസ് ഓഫൻ ഡിമാൻഡ്സ് ഓർ അറ്റൻഷൻ, അല്ലെ? പല സമയത്തും സാഡ്നെസ് നമ്മുടെ അറ്റൻഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാണ്, അല്ലെ? ലൈക്ക് എ വൂണ്ട്, ഇറ്റ് നീഡ്സ് ടെൻഡിങ്, ടൈം ആൻഡ് കെയർ ബിഫോർ ഇറ്റ് ഹീൽസ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണോ ഒരു വൂണ്ട്, അല്ലെ, ഒരു മുറിവ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെയാണ് സാഡ്നെസിന്റെ കാര്യവും, അല്ലെ? നമ്മൾ അതിനെ ശ്രദ്ധിക്കണം, അതിനായിട്ട് സമയം നീക്കി വെക്കണം, അല്ലെ? അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ അതിനെ കൃത്യമായിട്ടുള്ള രീതിക്ക് പരിപാലിക്കണം, അല്ലെ? എന്നാൽ മാത്രമാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യപ്പെടുന്നത്. ഇനി ഹാപ്പിനെസിന്റെ കാര്യത്തിലാണെങ്കിലോ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്, അല്ലെ? സോ ഹാപ്പിനെസ് അറൈവ്സ് അൺഅനൗൺസ്ഡ് ആൻഡ് ലീവ്സ് ജസ്റ്റ് ആസ് ക്വിക്ലി, അല്ലെ? അപ്പൊ അനൗൺസ് ചെയ്യാതെ വരുന്ന, അല്ലെ, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മറയുന്ന ഒന്നാണ് എന്ത്? ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അല്ലെ? സോ ട്രൈങ് ടു ഹോൾഡ് ഓൺ ടു ഇറ്റ് ടു ടൈറ്റ്ലി ഓർ ഓവർ അനലൈസ് ഇറ്റ് ക്യാൻ സംടൈംസ് മേക്ക് ഇറ്റ് ഡിസപ്പിയർ ഫാസ്റ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം സന്തോഷത്തിനെ നമ്മുടെ കൈപ്പിടിയിൽ ഇങ്ങനെ ഒതുക്കി പിടിക്കുന്നതും അതുപോലെ അതിനെ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുന്നതും ഒക്കെ അത് പെട്ടെന്ന് നമ്മളിൽ നിന്ന് അകന്നു മാറുന്നതിനായിട്ട്, പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യുന്നതിനായിട്ട് കാരണമാവാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. Okay, so the poet's comparison reminds us that we should let happiness move freely. അല്ലെ, ഹാപ്പിനെസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചു വെക്കാതെ, അല്ലെ, അതിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കണം എന്നുള്ളതാണ് പോയിട്ട് പറയുന്നത്. ഓക്കെ, സോ വി നീഡ് ടു ഫീൽ ഇറ്റ് ഫുള്ളി ഇൻ ദ മൊമെന്റ് rather than trying to control or hold on to it the way we tend to do with sadness and pain. അല്ലെ, സാഡ്നെസ് വരുന്ന സമയത്ത്, പെയിൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സമയമെടുത്ത് അതിനെ ഹീൽ ചെയ്യാനായിട്ടുള്ള, അല്ലെ, ആ സമയം അനുവദിച്ചു കൊടുക്കുന്നു. പക്ഷേ ഹാപ്പിനെസ്സിന്റെ കാര്യത്തിൽ അത് ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മൾ ഹാപ്പിനെസ്സിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ സാഡ്നെസ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ട്രീറ്റ് ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ലെറ്റ് ഇറ്റ് മൂവ് ഫ്രീലി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു തേർഡ് ക്വസ്റ്റ്യൻ. See, you take no credit as the night sky takes no credit for the moon, but continues to hold it and share it. അല്ലെ, ഈ നവമിയുടെ ഈ ഒരു പോമില്, സോ മച്ച് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു പോമില് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് ആണിത്. യു ടേക്ക് നോ ക്രെഡിറ്റ് ആസ് ദ നൈറ്റ് സ്കൈ ടേക്സ് നോ ക്രെഡിറ്റ് ഫോർ ദ മൂൺ, ബട്ട് കണ്ടിന്യൂസ് ടു ഹോൾഡ് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. Okay, how does this idea encourage us to remain hopeful and patient during difficult phases in life എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു രാത്രി കാലത്ത്, അല്ലെ, ആകാശത്ത് കാണുന്ന ആ ഒരു മൂൺ, അല്ലെ, ചന്ദ്രൻ, അതിനെ ഒരിക്കലും തൻ്റേതാണ് എന്ന് നൈറ്റ് സ്കൈ, അല്ലെ, അവകാശപ്പെടുന്നില്ല. isn't it? അപ്പം ഈ ഒരു തോട്ട് അത് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഡിഫിക്കൾട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കാൻ, ഹോപ്പ്ഫുൾ ആയിട്ടിരിക്കാൻ എൻകറേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ആൻസർ കൊടുക്കാം ഇതിന്? സി, just as the night sky doesn't create the moon but simply makes space for it and shares its light, we too are not always the source of the good things in our life. അല്ലെ, അതായത് മൂണിനെ ഒരിക്കലും നൈറ്റ് സ്കൈ അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ, മറിച്ച് ആ ഒരു മൂണിനായിട്ടുള്ള സ്പേസ് സ്കൈയിൽ ഒരുക്കി കൊടുക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റിനെ ഷെയർ ചെയ്യുമാണ് സ്കൈ ചെയ്യുന്നത്, അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. ഓക്കെ, വി ടു ആർ നോട്ട് ഓൾവേസ് ദ സോഴ്സ് ഓഫ് ദ ഗുഡ് തിങ്സ് ഇൻ അവർ ലൈഫ്.
അല്ലെ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ അല്ലെ, അതിൻ്റെ ക്രിയേറ്റർ ആവണം എന്നില്ല നമ്മളെപ്പോഴും. Isn't it? Sometimes we are simply vessels that hold and share joy, kindness or hope with others. അല്ലേ? അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ഗുഡ് ആസ്പെക്ട്സ് അല്ലെ, ജോയ്, കൈൻഡ്നെസ്, ഹോപ്പ്, ഇതൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു മീഡിയം മാത്രമായിട്ട് ചില സമയങ്ങളിൽ നമ്മൾ മാറാറുണ്ട് എന്നാണ് പറയുന്നത്. Okay, so during difficult times, this idea encourages us to remain patient. അല്ലേ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതായത് ഒരിക്കലും ഹാപ്പിനെസ്സിന്റെ ക്രിയേറ്റേഴ്സ് അല്ല നമ്മൾ, മറിച്ച് ഒരു മീഡിയം മാത്രമാണ് ത്രൂ വിച്ച് ഹാപ്പിനെസ് ഫ്ലോട്ട്സ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കാൻ അല്ലെ, ക്ഷമാശീലത്തോടു കൂടി ഇരിക്കാനായിട്ട് പഠിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഐഡിയ എൻകറേജസ് us to remain patient. Okay, just as the moon returns to the sky each night without effort, good moments will return to us too in their own time. ഓക്കെ, അപ്പോൾ മൂണിൻ്റെ കാര്യം എടുത്തേ, ചന്ദ്രൻ എങ്ങനെയാണോ ഓരോ രാത്രിയും അല്ലെ ഒരു തരത്തിലുള്ള എഫേർട്ടും ഇടാതെ അല്ലെ, പുതിയതായിട്ട് ഒരു എഫേർട്ടും ഇടാതെ സ്കൈയിൽ ഓരോ ദിവസവും നമുക്ക് കാണപ്പെടുന്നത്, അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള സമയമാവുന്ന സമയത്ത് ഗുഡ് മൊമെന്റ്സും നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. നമ്മൾ പറയാറില്ലേ, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ അല്ലെ. അപ്പൊ അതുപോലെയാണ് പറയുന്നത്, ഗുഡ് മൊമെന്റ്സ് അതിൻ്റെ സമയമാവുന്ന സമയത്ത് ഓൺ ഇറ്റ്സ് ഓൺ നമ്മളെ തേടി എത്തും എന്നുള്ളത്. ഓക്കെ, സോ ട്രസ്റ്റിംഗ് ദിസ് നാച്ചുറൽ റിതം ഹെൽപ്സ് us stay hopeful even when things feel dark. അപ്പം ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള റിതം അല്ലെ, അതായത് നമ്മൾ മറ്റുള്ള കൺട്രോളിങ് ആയിട്ടുള്ള രീതിക്കൊന്നും പോവാതെ നാച്ചുറൽ ആയിട്ടുള്ള റിതം ഫോളോ ചെയ്യുന്ന സമയത്ത് ഹാപ്പിനെസ് നമ്മളിലൂടെ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ മറ്റുള്ളവരിലേക്ക് ഒഴുകാനായിട്ട് അനുവദിക്കുന്ന സമയത്ത് നമ്മുടെ ഡാർക്കായിട്ടുള്ള അല്ലെ, സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിലുള്ള ഫേസ് ഹോപ്പ്ഫുൾ ആയിട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് ഉദ്ദേശിച്ച 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇത്തരത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇത് ബെനിഫിഷ്യൽ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ഇനി നമുക്ക് ബാക്കി വരുന്ന എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസിൽ വരുന്ന ഭാഗങ്ങൾ, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ, അതുപോലെ തന്നെ പോം കമ്പാരിസൺ, അവ രണ്ടും നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസ്ണിംഗ്. ഹാപ്പി ലേണിംഗ്.